ആരോഗ്യത്തിന് സ്ലീപ്പ് ഡൈവേഴ്സ് നിർദ്ദേശിച്ച് വൈദ്യപഠനങ്ങൾ. ഭാര്യയും ഭർത്താവും വേറെ വേറെ മുറികളിൽ ഉറങ്ങുന്നതാണ് സ്ലീപ്പ് ഡൈവേഴ്സ്. മാറിക്കിടന്നുള്ള ഉറക്കം ദാമ്പത്യത്തിന്റെ കെട്ടുറപ്പ് കുറയ്ക്കുമെന്നത് പ്രചാരവേലയാണെന്നും സ്ഥിരീകരിക്കപ്പെട്ടു. ഉറക്കത്തിന്റെ ഗുണനിലവാരം ശാരീരിക ആരോഗ്യത്തിൽ നിർണായകമാണ്. ഇതിനെയാണ് ഒരുമിച്ചുള്ള ഉറക്കം നഷ്ടപ്പെടുത്തുന്നത്. ഒരുമിച്ചുറക്കത്തിന്റെ നീളം കൂടുന്നതിന് ആനുപാതികമായി ശാരീരിക ആരോഗ്യവും വഷളാവും. 19-ാം നൂറ്റാണ്ടിലാണ് ദമ്പതികൾ ഒരു കട്ടിലിൽ കിടക്കുന്ന ഏർപ്പാട് തുടങ്ങിയത്. ഓരോ വ്യക്തിയും പ്രത്യേകമായ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് സ്വതന്ത്രമായ ഉറക്കവും. 1920-കളിൽ ഓരോരുത്തർക്കും സ്വന്തം കിടക്കയെന്ന രീതിയിൽ സാമൂഹ്യ ജീവിതം രൂപപ്പെട്ടു. ലോകത്തിൽ 10-ൽ കൂർക്കം വലിക്കാരാണ്, കൃത്യമായി ഉറക്കമില്ലാത്തവരും. ഇതെല്ലാം കൂടെ കിടക്കുന്നവരുടെ ആരോഗ്യവും ഉറക്കവും തകർക്കും. അതേപോലെ തന്നെ പങ്കാളിയുടെ ഉറക്കക്രമവും. ഓരോരുത്തരുടെയും ഉറക്കസമയം അതാത് ശരീരത്തിന്റെ രീതികളനുസരിച്ചാണ് സെറ്റ് ചെയ്യപ്പെടുന്നത്. ഇതാണ് കൂടെ കിടക്കുന്നവർക്കായി താളം തെറ്റിക്കുന്നത്. സ്വസ്ഥമായ ഉറക്കം പോവും, പിറ്റേ ദിവസം ഈർഷ്യയും മുഷിച്ചിലും പതിവാകും. സ്ലീപ്പ് അപ്നിയ രോഗമുള്ളവരുടെ കൂടെയുള്ള സഹശയനം നരകതുല്യമാണ്. ബോധം കെട്ടുള്ള ഉറക്കം രണ്ട് വ്യക്തികളെ കൂടുതൽ അടുപ്പിക്കുമെന്നത് വ്യാജ പ്രചരണമാണെന്നാണ് ശാസ്ത്ര വിശദീകരണം. സ്വന്തം മുറിയും കിടക്കയും സ്വകാര്യതയും ഭാര്യ ഭർത്തൃബന്ധം സുദൃഢമാക്കും.